ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞണ്ട് റോസ്റ്റ് ചെയ്യാനാണ് കേട്ടോ കാണിക്കണത്. അതിനായിട്ട് ഇവിടെ ഞണ്ട് നമ്മൾ ഓൾറെഡി ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കിട്ടിയതാണ്. അതിൻ്റെ കാലൊക്കെ ഒന്ന് ഒടിച്ചു കൊടുക്കാണ്ട് അത് ഒടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ 4 സവാള നന്നായി കനം കുറച്ച് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഈ സവാള നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഈ മസാലപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി, നല്ല പഴുത്തൊരു തക്കാളി കനം കുറഞ്ഞ് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഞണ്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ബൗൾ വെള്ളം, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ, കുറച്ച് വേപ്പില ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കുറച്ച് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഞണ്ടൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അവസാനം നമുക്കൊരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിലേക്കും ചപ്പാത്തിയുടെയും അതേപോലെ പൊറോട്ടയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.